കുറച്ചു നാൾ മുമ്പ് സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കിയതായിരുന്നു റിസോർട്ട് വിവാദം. എന്തായാലും ഈ റിസോർട്ട് വിവാദത്തിൽ ഇ.പി. ജയരാജനെതിരായ ആരോപണം വിടാതെ പി. ജയരാജൻ സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ച പരാതിയിൽ എന്ത് നടപടിയെന്നാണ് ചോദ്യം. കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലും വിഷയം പി. ജയരാജൻ ഉന്നയിച്ചു. അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങളിൽ നടപടി ആവശ്യമെന്നും പി. ജയരാജൻ. പ്രശ്നം പാർട്ടി പരിഗണിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി നൽകി. പല കാരണങ്ങളാൽ ചർച്ച നീണ്ടുപോയതാണെന്നും വിശദീകരണം. സെയ്ഫ് സീൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, ഈ റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പലതവണ സിപിഎം പ്രതിസന്ധിയിലായതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പി. ജയരാജൻ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിലടക്കം കാര്യങ്ങൾ ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ടും അതിൽ എന്തായി നടപടി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കുമുണ്ട്, അദ്ദേഹത്തെ പോലെ തന്നെ. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് എം വി ഗോവിന്ദൻ മറുപടി നൽകിയത്? എന്ത് കാര്യങ്ങളൊക്കെയാണ് ആ മറുപടിയിൽ ഉണ്ടായിരുന്നത് സെയ്ഫ്? ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ നാളുകളിലെല്ലാം കണ്ടിട്ടുള്ളതാണല്ലോ ജിൻസി. ഇപ്പോ ജോത്സ്യൻ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദം, അതിന് തുടക്കം കുറിച്ചയാൾ പി. ജയരാജൻ തന്നെയാണ്. റിസോർട്ട് വിവാദം അത് ആദ്യമായി സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിക്കുന്നത് പി. ജയരാജനായിരുന്നു. വൈദേക റിസോർട്ടുമായി ബന്ധപ്പെട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, ഇത്രയും പണം എവിടെ നിന്നാണ് പി. ജയരാജന് ലഭിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചതാണ്. പാർട്ടി പിന്നീട് അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും പി. ജയരാജൻ അതിന്റെ ഷെയർ വിൽക്കുകയും എല്ലാം ചെയ്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ വിഷയം അദ്ദേഹം വിടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമ്പോൾ ലഭ്യമാകുന്ന വിവരം. ആ വിഷയം എന്തായി എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഞാൻ ഒരു പരാതി ഉന്നയിച്ചിരുന്നു സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നാകെ. ആ പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അനധികൃത സ്വത്ത് സമ്പാദന അടക്കമുള്ള ആരോപണങ്ങളിൽ നടപടി ആവശ്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. പാർട്ടി ആ പ്രശ്നം പരിഗണിച്ചു വരികയാണ് എന്നുള്ള മറുപടിയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയത്. പല കാരണങ്ങളാൽ ആ ചർച്ച നീണ്ടുപോയതാണ്. പ്രശ്നം പാർട്ടി പൂർണ്ണമായും വിട്ടിട്ടില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി. എന്തായാലും അത് പൂർണ്ണ തോതിൽ അദ്ദേഹം അത് വിട്ടുകളയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും അദ്ദേഹം അത് സ്വാഭാവികമായിട്ടും ഉന്നയിക്കും. അദ്ദേഹത്തിന്റെ ഒരു രീതി വെച്ചിട്ട് അത് വീണ്ടും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പുറത്തു പറയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി കേഡർ എന്ന നിലയിൽ പി. ജയരാജൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പാർട്ടി ഫോറത്തിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി ഫോറത്തിൽ പറയും എന്നതിനപ്പുറത്തേക്ക് പുറത്തു വന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയില്ല. പക്ഷെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ ഫോറത്തിൽ അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.